ആ രവീന്ദ്ര, ഉദയേട്ട ഇവിടെ ഉണ്ടായിരുന്നോ? അകത്തെന്തോ ബഹളം കേട്ടു. ആ അതെ, അകത്തൊരു പൂച്ച, അതിനെ ഓടിച്ചതാ. എന്തൊക്കെയാ രവീന്ദ്ര വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് പറയാനല്ലേ വന്നത്. എന്താ? വിദ്യമോക്ക് നല്ലൊരു ആലോചനയായിട്ടാ വന്നിരിക്കുന്നത്. രവീന്ദ്രന്റെ അകത്തേക്ക് വാ. വാ വാ വാ, ഇരിക്ക് ഇരിക്ക്. ശ്രീലേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അയ്യോ, കുടിക്കാനൊന്നും വേണ്ട. പയ്യന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, അതാ ഞാൻ പെട്ടെന്ന് വന്നത്. എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കൊണ്ടേ. കമ്മീഷൻ മാത്രം മോഹിച്ച പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു ചെറുക്കന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കുന്ന പല ബ്രോക്കർമാരും ഉണ്ട്. ഞാൻ അക്കൂട്ടത്തിലല്ലെന്ന് ഉദയേട്ടന് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിയില്ലേ. നല്ല ആലോചന വന്നാൽ പറയണമെന്ന് പറഞ്ഞ് മോളുടെ ഫോട്ടോ ഉദയേട്ടൻ എന്നെ ഏൽപ്പിച്ചിരുന്നല്ലോ. മോളുടെ ഫോട്ടോ പയ്യനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പയ്യന് സർക്കാർ ജോലിയുണ്ട്, നല്ല ഒന്നാം തരം കുടുംബക്കാരാ. അല്ല, അവരുടെ ഡിമാൻഡൊക്കെ? അവർക്ക് അങ്ങനെ ഡിമാൻഡൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഉദയേട്ടന്റെ മൂത്ത മോൾ ദേവിയെ ഗോമതി സ്റ്റോർ ബാലേട്ടന്റെ വീട്ടിലേക്കാ കെട്ടിച്ചയച്ചെന്ന് പറഞ്ഞപ്പോ അവർക്ക് കൂടുതലൊന്നും അന്വേഷിക്കാനില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഈ കല്യാണത്തിന് ഇത്ര ഉത്സാഹം. ഏതായാലും അവരുടെ സൗകര്യം പോലെ ഇവിടെ വന്ന് വിദ്യമോളെ ഒന്ന് കാണാൻ പറ. അയ്യോ, അതൊക്കെ കണ്ടു. മോളെ കണ്ടോ? എവിടെ വെച്ച്? അതൊക്കെ അവര് തമ്മിൽ കണ്ടു. പെങ്കൊച്ചിനെ പയ്യൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഔദ്യോഗികമായ ഒരു പെണ്ണ് കാണൽ അത് എന്ന് വേണമെന്ന് ഉദയേട്ടൻ പറഞ്ഞാൽ മതി. പയ്യനും ബന്ധുക്കളും വരും. വൈകിക്കരുത്, എത്രയും വേഗം ഈ കല്യാണം നടത്തണമെന്ന് അവർക്ക്. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് രവിയെ അറിയിക്കാം. ഓ, മനസ്സിലായി മനസ്സിലായി. ബാലേട്ടനുമായിട്ട് ആലോചിക്കണമല്ലേ? ആലോചിക്ക്. ഉദയേട്ടാ, എന്നെ 2 ദിവസം വിളിക്കുമല്ലോ. ശരി ഉദയേട്ടാ, ഞാൻ ഇറങ്ങി. ഇതിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നേ. നമ്മളും ദേവമംഗലത്തുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞ നല്ലൊരു ആലോചന മുടങ്ങും. ദേവിയുടെ കാര്യവും ഇങ്ങനെയായി. ഇനി വിദ്യമോളുടെ ഭാവി കൂടെ നശിപ്പിക്കാൻ പറ്റില്ല. നീ ഒന്ന് സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴി കാണാം. ഇനി ഇപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? നിങ്ങൾ വാ വാ ഇങ്ങോട്ടെ. മോളെ, ആ ബ്രോക്കർ രവീന്ദ്രനാ വന്നേ. അയാള് പറഞ്ഞതൊക്കെ മോള് കേട്ടല്ലോ. 2 പേരോടും കൂടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കള്ളങ്ങൾ പറഞ്ഞ് എന്റെ ജീവിതം തൊലച്ച് ഈ പരുവത്തിലാക്കി. ഇതേ അവസ്ഥയില് നിങ്ങൾ വിദ്യയെ കൊണ്ട് എത്തിക്കല്ലേ. ഞാൻ അനുഭവിക്കുന്ന വേദനയോ അപമാനോ ഒന്നും ഇനി എന്റെ അനിയത്തിയും കൂടി അനുഭവിക്കരുത്. മോളെ, അത് അച്ഛനൊന്നും പറയട്ടെ. അച്ഛനൊന്നും പറയല്ലേ. സമാധാനത്തോടെ ഞങ്ങൾ പറയുന്ന നീ ഒന്ന് കേക്ക്. വിദ്യക്കിപ്പം വന്നിരിക്കുന്ന നല്ലൊരു ആലോചനയാ. ആയിക്കോട്ടെ, പക്ഷെ ആ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് വീടില്ലെന്നും നമ്മുടെ അവസ്ഥ എന്താണെന്നും എല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നിട്ടും അവർ ഈ കല്യാണത്തിന് തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് ഈ കല്യാണം നടത്തിയാൽ മതി. എന്റെ മോളെ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇതെല്ലാം കൂടി അവരറിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകും. പൊയ്ക്കോട്ടെന്നോ? അപ്പൊ നിനക്ക് നിന്റെ അനിയത്തോട് യാതൊരു സ്നേഹവും ഇല്ല അല്ലേ? എന്റെ അനിയത്തോടെ എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാ എന്റെ ഈ അവസ്ഥ ഉണ്ടല്ലോ. ഈ അവസ്ഥ നാളെ അവക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. എനിക്ക് മനസ്സിലായടി,
നിന്റെ അനിയത്തിയുടെ സ്ഥാനത്ത് നീ കാണുന്നതേ മീനാക്ഷിയെ മിത്ര ആ അനുവിനൊക്കെ അല്ലേ? വിദ്യ നിനക്ക് ആരാടി? മീനുവും മിത്രയും അനുവൊക്കെ എന്റെ അനിയത്തിമാരാ. ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്നത്. അതിലൊരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടില്ല. നിന്റെ ഭാവി ഒന്ന് കര പറ്റിക്കാൻ അച്ഛൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അവസാനം അത് ഇങ്ങനൊക്കെ ആയി. നീ അതിന്റെ വാശി തീർക്കാൻ വിദ്യയുടെ ജീവിതം തകർക്കാനാ നോക്കുന്നെങ്കിൽ അമ്മയ്ക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കോ? പിന്നല്ലാതെ നീ ഇപ്പൊ കാണിക്കുന്ന എന്തുവാ? ആ പയ്യന്റെ വീട്ടുകാരോട് സത്യങ്ങളൊക്കെ പറയണം, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതാ നിന്റെ വാശി എന്ന് ഞാൻ പറയുന്നത്. എടി, ഇതെല്ലാം അറിഞ്ഞ ഈ ബന്ധത്തിൽ നിന്ന് അവര് പിന്മാറുമെന്ന് നിനക്കറിയില്ലേ? അതറിഞ്ഞോട് തന്നെയല്ലേടി നീ പറയുന്നത്? വിദ്യ രക്ഷപ്പെടരുത്, അവക്കൊരു നല്ല ജീവിതം കിട്ടരുത്, അതാണോടി നിന്റെ ആഗ്രഹം? സ്വപ്നത്തെ പോലെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നീ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ ഇപ്പൊ തയ്യാറാവണം. ശ്രീകലെ, നമ്മുടെ വിദ്യമോളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോള് എന്തിനും തയ്യാറാകും. നിന്നെ കെട്ടിച്ചു വിട്ടത് ദേവമംഗലത്തേക്കാണെന്ന് അറിഞ്ഞത് കൊണ്ടാ ആ പയ്യന്റെ വീട്ടുകാര് കൂടുതലൊന്നും അന്വേഷിക്കാതെ ഈ ബന്ധത്തിന് തയ്യാറായത്. അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ നടന്ന കാര്യങ്ങളെല്ലാം ആ പയ്യന്റെ വീട്ടുകാരറിയും. അറിയാനുള്ളത് എന്തായാലും അറിയും. പക്ഷേ അവരെന്തറിയണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. എന്നുവെച്ചാ ദേവമംഗലത്തുനിന്ന് നീ പുറത്താക്കപ്പെട്ടു എന്നല്ല അവരറിയേണ്ടത്. പിന്നെ നീ ദേവമംഗലത്തുനിന്ന് നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നു, അങ്ങനെ അവരറിയാവൂ. എന്റെ ഇഷ്ടത്തിന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോ? അതെ. നീ ദേവമംഗലത്തുനിന്ന് നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നു, അങ്ങനെ അവരറിയാവൂ. എന്റെ ഇഷ്ടത്തിന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോ? അതെ. മോളെ, നമുക്ക് എങ്ങനെയെങ്കിലും വിദ്യമോളുടെ കല്യാണം നടത്തിയേ പറ്റൂ. അത് നടക്കണമെങ്കിൽ നീ ഞങ്ങളോട് സഹകരിക്കണം. എങ്ങനെ സഹകരിക്കണമെന്നാ? പറയാം. ബാല, ഉദയഭാനുവിനെ കുറിച്ച് അന്ന് നിനക്ക് തോന്നിയ സംശയങ്ങളൊക്കെ സത്യമായിരുന്നു. പക്ഷേ അവൻ ആ 10 ലക്ഷം രൂപ കൊണ്ടു തന്നപ്പോ നമ്മളൊക്കെ അവനെ വിശ്വസിച്ചു. ആനന്ദിന്റെയും ദേവിയുടെയും വിവാഹം നടത്തുന്നതിന് മുമ്പ് ആ കുടുംബത്തെക്കുറിച്ച് നന്നായി അന്വേഷിക്കണമായിരുന്നു. അത് ചെയ്യാതിരുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയ വലിയ തെറ്റായി പോയി ബാല. ഇത്ര കാലവും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ വിശ്വസിച്ച രാമേട്ട ഞാൻ ജീവിച്ചത്. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരൊന്ന് ഞാൻ കരുതി. എന്റെ ആ വിശ്വാസ ആനന്ദിന്റെ ഭാവി തകർത്തത്. ഏട്ടനെ നന്നായി സ്നേഹിക്കുന്ന, ഏട്ടനുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഏട്ടന്റെ ലൈഫിലേക്ക് വരണം എന്ന് മാത്രമേ അച്ഛൻ കരുതിയിട്ടുള്ളൂ. മനഃപൂർവ്വം ഏട്ടന്റെ ജീവിതം തകർക്കാൻ അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ഗോമതി സ്റ്റോർ ബാലൻ മനുഷ്യരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ തോറ്റുപോയ ഒരാളാ മോനെ. നീയോ അവരും ഒക്കെ പറയുന്നത് ശരിയാ. അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിനാ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. എന്റെ ഇഷ്ടങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോ അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഉറച്ച വിശ്വാസം ഇത്രയും നാളും അച്ഛനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ കാരണം എന്റെ മോൻ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ
വിശ്വാസം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. അച്ഛ അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഒരു കുടുംബം ഇത്ര കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചതി നടപ്പാക്കുമെന്ന് നമ്മളാരും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. എടാ ആകാശേ, ആ സ്ഥലക്കച്ചവടം നടന്നിരുന്നെങ്കിൽ നിന്റെയും നിന്റെ കൂട്ടുകാരന്റെയും ഗതി അതോ ഗതിയായനെ. ഒരു കുടുംബത്തെ മുഴുവനും അയാൾ അധോഗതിയിലാക്കിയില്ലേ രാമേട്ട. ഉദയഭാനു അവൻ മനുഷ്യനാണോ? സ്വന്തം മകളുടെ ഭാവി പോലും നോക്കാതെ എന്തൊക്കെ കള്ളത്തരങ്ങൾ അവൻ ചെയ്തു കൂട്ടിയത്. അവന്റെ സകല കള്ളത്തരങ്ങൾക്കും ദേവി കൂട്ടുന്നല്ലോ. അവിടെയാ രാമേട്ട ഞാൻ തകർന്നു പോയത്. അല്ല, ഉദയഭാനു പെരുങ്കള്ളനാ. അവനെപ്പറ്റി നീ എന്തു പറഞ്ഞാലും അത് കുറഞ്ഞു പോവേ ഉള്ളൂ. പക്ഷെ ദേവി അങ്ങനെയല്ല. അവള് പാവമാ. ആ തന്തയുടെ തോന്നിയാസത്തിനൊക്കെ അവൾ നിന്നു കൊടുക്കേണ്ടി വന്നതായിരിക്കും. രാമേട്ടൻ അവളെ ന്യായീകരിക്കരുത്. രാമേട്ട, ഞാനും ഗോമതി സ്വന്തം മോളെ പോലെയല്ലേ അവളെ നോക്കിയത്. അവളുടെ അച്ഛൻ ഇങ്ങനെയാണെന്ന് അവൾക്കറിയായിരുന്നല്ലോ. എന്നിട്ടൊരു വാക്ക് അവൾ ഞങ്ങളോട് പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും നേരത്തെ അവളായിട്ട് അറിയിച്ചിരുന്നെങ്കിൽ അവളുടെ ഗതികേട് മനസ്സിലാക്കി ഞങ്ങളായിട്ട് അവളെ കൂടെ നിർത്തിയേനെ. അച്ഛാ, ഏട്ടത്തി അങ്ങനെ ചെയ്യാതിരുന്നത് ചിലപ്പോൾ പേടിച്ചിട്ടാവും. സ്വന്തം അച്ഛൻ ഇത്ര വലിയ ഫ്രോഡാണെന്ന് ഏട്ടത്തി എങ്ങനെ പറയും? അവളെ അവളുടെ അച്ഛനെ രക്ഷിക്കാൻ നോക്കി. പക്ഷേ അതിന്റെ വില കൊടുക്കേണ്ടി വന്നത് ആനന്ദ, നമ്മുടെ വീടാ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാല. നടന്നു. ഇനി എങ്ങനെയും ആനന്ദിന്റെ ജീവിതം രക്ഷിക്കണം. കുടുംബത്തിന്റെ സമാധാനം തിരികെ കൊണ്ടുവരണം. അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല രാമേട്ട. ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അമ്മയുടെ ഈ ദേവി മോളെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നമ്മളെല്ലാരും വിചാരിക്കുന്ന പോലെ ഉദയഭാനു ഒരു കോടീശ്വരനൊന്നും അല്ല. മറ്റുള്ളവരെ പറ്റിച്ചു കിട്ടുന്ന പണം കൊണ്ടാ അയാൾ ഓരോ ദിവസവും അയാളുടെ കുടുംബം കഴിയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ മീനു? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ അമ്മ ഒരു പക്ഷെ ദേഷ്യപ്പെടും. ദേഷ്യപ്പെട്ടാലും സാരില്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. മീനു, അവളുടെ കാര്യമാണെങ്കിൽ വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ട. അമ്മ ചെയ്തത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മീനു, ഞാനൊന്ന് പറയട്ടെ അമ്മ. ദേവി എടുത്തിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മളോട് കള്ളവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു. നമ്മളുമായിട്ട് അടുത്തിടപഴകിയ ശേഷം എടുത്തി ഒരുപാട് ശരിക്കും മാറി. അമ്മയ്ക്കറിയോ, ഈ വീടിനെ സ്വർഗമായിട്ട് എടുത്തി കണ്ടിരുന്ന്. അമ്മയുടെയും അച്ഛന്റെയും ഞങ്ങളുടെയൊക്കെ സ്നേഹം എടുത്തിക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. നമ്മളോടൊക്കെ ഏട്ടത്തിക്ക് അത്രയും ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ആനന്ദേട്ടന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നൊരു ഏട്ടത്തിയുണ്ട്. ആ ഏട്ടത്തില് കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ സ്നേഹം ഏട്ടത്തെ മാറ്റിയെടുത്തിരിക്കുന്നത്. പിന്നെ ഏട്ടത്തി നമ്മളോട് കള്ളം പറഞ്ഞത്
അത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു ചതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് പാവം പെട്ടുപോയതാണെങ്കിലോ? അപ്പച്ചി അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവള് നിങ്ങളെ സ്നേഹിച്ചതോ ഈ വീടിനെ സ്നേഹിച്ചതോ ഒന്നും എനിക്കറിയണ്ട. പക്ഷെ എന്നോട് അവള് ചെയ്തത് വിശ്വാസവഞ്ചനയാ. സ്വന്തം മകളായിട്ട് ഞാൻ അവളെ കണ്ടത്. സ്വന്തം മകളെക്കാൾ കൂടുതൽ സ്നേഹിച്ചു. എന്നിട്ടും എന്നോട് അവളെനിക്ക് ഇവിടെ വീണ മുറിവ. കാലം ചെല്ലുമ്പോ ചിലപ്പോ ആ മുറിവ് ഉണങ്ങുമായിരിക്കും. പക്ഷെ ആ മുറിപ്പാട് അതവിടെ തന്നെ കാണും, എന്റെ മരണം വരെ. ദേവി, ഇവളിതെവിടെ പോയി? ഓ, ബാത്റൂമിലെങ്ങാനും പോയതായിരിക്കും. മോളെ, മോളെ, ദേവി, 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 ദേവി. എന്താടി നീ എന്താ വല്ലായിരിക്കുന്നേ? ദേവിയെ മുറിയിൽ കാണുന്നില്ല. ഞാൻ ഈ വീട് മുഴുവനും നോക്കി, എവിടെയും കാണുന്നില്ല. ആ, ഞാൻ അവക്ക് ചായയും കൊണ്ട് മുറിയിൽ പോയതാ. അവളപ്പോ മുറിയിലില്ല. അവളെവിടെ പോകാനടി? ഇവിടെ എവിടെയെങ്കിലും കാണും. നീ എല്ലായിടത്തും ഒന്ന് നോക്ക്, ഞാനും നോക്കാം. ഈ പെണ്ണിന് എവിടെയെങ്കിലും ഒന്ന് പോയ പറഞ്ഞിട്ട് വെക്കൂടെ? മോളെ ദേവി, ഇത് എവിടെ പോയോ എത്തും? യോ, എന്റെ ദൈവമേ, എന്റെ കൊച്ച് ദേവി, മോളെ. ദേവി, ദേവി, ഈ കൊച്ചി ഇത് എവിടെ പോയി കിടക്കുവാ? മോളെ ദേവി, ദേവി മോളെ. ഷോ, ഈ പെണ്ണ് ഇത് എവിടെ പോയതാ? മോളെ, മോളെ ദേവി, എന്റെ മോളെ ഇത് എവിടെ പോയ? മോളെ ദേവി, മോളെ ദേവി, മോളെ. ഇത് എവിടെ പോയി? ദേവി, ഞാൻ ഇനി അവളെ എവിടെ പോയി തിരക്കുമെന്തോ. പുതേട്ടാ, മോളെ ഇവിടെ എങ്ങും കാണുന്നില്ല. അവള് പിന്നെ എങ്ങോട്ട് പോയി? അവളുടെ മനസ്സാകെ തകർന്നിരിക്കുക. സങ്കടം സഹിക്കാൻ വയ്യാതെ എന്റെ മോളെന്തെങ്കിലും കടുകയും ചെയ്യുമോന്ന് എന്റെ പേര്. നമ്മളെ മറന്ന് നമ്മുടെ മോൾ അങ്ങനെ ഒന്നും ചെയ്യല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളെ കൊല്ലം ഞാനും ചാവും. അല്ല വേണ്ട, നിങ്ങൾ കുടിക്കാൻ പണ്ട് ഇവിടെ മാറ്റി വെച്ചിരുന്ന വിഷം ഇരിപ്പുണ്ടല്ലോ, അത് കുടിച്ച് ഞാൻ എന്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കും. ശ്രീകലെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ? അവൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ എന്റെ മനസ്സ് പറയുന്നത്. നമ്മൾ ഇനി എവിടെ പോയി അവളെ അന്വേഷിക്കാനാ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അത് തന്നെ. എന്താ മനുഷ്യ? എനിക്ക് മനസ്സിലായി. എന്താ ദേവി എങ്ങോട്ടാ പോയിട്ടുണ്ടാകുക എന്ന് എനിക്ക് മനസ്സിലായി. എവിടേക്കാ? നീ വേഗം റെഡിയായി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോണം.
ഇതാരാ ഇത്ര രാവിലെ? ഏട്ടത്തി, ശ്ശോ, എന്തിനാ ഏട്ടത്തി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്തിനാ വന്നേന്നോ? മോളെ, ഇത് എന്റെ വീടല്ലേ? ഞാൻ ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് പോവാ? അയ്യോ ഏട്ടത്തി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഏട്ടത്തി പെട്ടെന്ന് ഏട്ടത്തെ കണ്ടപ്പോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോ ഏട്ടത്തി ഇങ്ങോട്ട് വരുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതാ മിത്ര അങ്ങനെ പറഞ്ഞേ. ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ ഇങ്ങോട്ട് പോവാനാ? ഇന്നലെ ഇവിടെ നിന്നല്ലേ കരഞ്ഞിട്ട് പോയേ? ഞാനിവിടുന്ന് പോയ ശേഷം നിങ്ങളൊന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ മറന്നുപോയോ? അയ്യോ ഏട്ടത്തി, നിങ്ങളുടെ അടുത്ത് ഒരു കള്ളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, ഒരു കുടുംബത്തോട് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്നെ അതിലേക്ക് എത്തിച്ചത് കുറച്ച് കൂടുതൽ കാരണങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ അറിയണം. എനിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അത് പറയാനാണ് ഞാൻ ഇന്ന് എന്നെ വന്ന്. എല്ലാവരോടും എനിക്കൊന്ന് സംസാരിക്കണം. അമ്മ എവിടെ? അമ്മ എഴുന്നേറ്റായിരുന്നോ? ഇറങ്ങി പോകാൻ. ഇറങ്ങി പോടി. മോളെ, മോളെ ദേവി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതാ? പെരിങ്കളനും ഭാര്യ എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നാടകമാണോ നടക്കാൻ പോകുന്നത്? നീയൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. ഈ കുടുംബം നശിച്ച് വെണ്ണീറാവത്തേ ഉള്ളൂ.